നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന കഥ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാലും ആ കഥ പറയാതിരിക്കാനും നിവൃത്തിയില്ല. കാരണം ഭാഗവതത്തിലെ കഥകളിലെ പ്രധാനമായിട്ടുള്ള ഒന്നാണത്. കുചേല സൽഗതി. അപ്പോൾ സാന്ദീപനി മുനിയുടെ അവിടെ വെച്ചിട്ട് ഗുരുകുലവാസം ചെയ്യുന്ന കാലത്ത് ഭഗവാന്റെ ഏറ്റവും സ്നേഹമേറിയിട്ടുള്ള സതീർത്ഥ്യനായിരുന്നു അല്ലേ കുചേലൻ. ഇന്ന് ഒരു പരമ ദരിദ്രനാണ് കേട്ടോ. അപ്പം നിറഞ്ഞ കണ്ണുകളോടുകൂടെയാണ് ആ ബ്രാഹ്മണകുമാരൻ ഭഗവാനോട് ഗുരുകുലം വിട്ടപ്പോൾ യാത്ര പറഞ്ഞത്. സുദാമാവ് എന്നായിരുന്നു ആ ബാലൻ്റെ യഥാർത്ഥമായിട്ടുള്ള പേര്, നാമധേയം. പക്ഷേ കുചേലൻ എന്ന പേരിലാണ് ഗുരുകുലവാസം മുതൽക്ക് തന്നെ അദ്ദേഹം വിളിക്കപ്പെട്ടത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആ ബ്രാഹ്മണൻ അവന്തി രാജ്യത്ത് സാന്ദീപനിയുടെ ആശ്രമ പ്രദേശത്തിനടുത്ത് തന്നെ ഒരു ചെറ്റക്കുടിലിൽ പരമദരിദ്രനായിട്ട് കഴിയുകയാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരു സൽഗുണവതി ആയിട്ടുള്ള ഒരു സ്ത്രീ അവരെ വേളി കഴിച്ചിട്ടുണ്ട്. അവളിൽ കുറേയേറെ സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാനുള്ള കഴിവ് ആ പാവപ്പെട്ട കുചേലന് ഉണ്ടായിരുന്നില്ല. സദാസമയവും ഈശ്വര ചിന്തയിൽ മുഴുകി കഴിഞ്ഞുകൂടിയതിനാൽ കുടുംബ ക്ലേശങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മിക്കാൻ തന്നെ ആ ബ്രാഹ്മണന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നേരെ വെളുത്തു കഴിഞ്ഞാൽ അന്ത്യയാവുന്നവരെ അസ്ഥിപഞ്ചര ശരീരങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ആ സ്ത്രീ, കുചേലൻ്റെ ഭാര്യ, ആ നാട്ടിലെ ഗൃഹങ്ങളിലെല്ലാം കയറി ഇറങ്ങി യാചിക്കും. ചിലർ വല്ലതും കൊടുക്കും, ചിലരൊന്നും കൊടുക്കൂല. അപ്പോൾ എത്ര തെണ്ടിയാലും ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക അവർക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നും ഇങ്ങനെ നടക്കുന്നത് കാരണം ജനങ്ങൾക്കും ആൾക്കാർക്കും ഒരു മടുപ്പാണല്ലോ. അനുകമ്പയൊന്നും പിന്നെ ഇല്ലാതെയാവും. അത് സ്വാഭാവികം മാത്രമാണ്. എവിടെ ചെന്നാലും ഒന്നും കിട്ടാതെയായി. പിന്നെ എന്തെങ്കിലും വല്ലതും കിട്ടിയാലോ അവരത് പാകപ്പെടുത്തിയിട്ട് ഭർത്താവിന് കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്കും പിന്നെ അതിനും ശേഷമാണ് അവരെന്തെങ്കിലും കഴിച്ചിരുന്നത്. അതിനും വകയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ആ സാധ്വീമണി, ആ സ്ത്രീ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടക്കും. പട്ടിണി ക്ലേശങ്ങൾ കഴിയുന്നതും ഭർത്താവിനെ അറിയിക്കാതെ കഴിച്ചു കൂട്ടാനാണ് ആ സതീരത്നം, ആ സ്ത്രീ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഒടുവിൽ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ ഒരു ദിവസം കുചേലൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, കരഞ്ഞു പറയുകയാണ്, നാഥ, ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് എന്നോട് കോപിക്കരുത്. ദാരിദ്ര്യമാണെങ്കിലും എത്ര കാലം നമുക്കതിങ്ങനെ സഹിക്കാൻ പറ്റും? ഒരു ദിവസം ഒരു തുള്ളി അന്നത്തിൻ്റെ വെള്ളം പോലും കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുക? നിത്യദാരിദ്ര്യം മാത്രമാണ് നമുക്ക് കൈമുതലായിട്ടുള്ളത്. നേരെ വെളുത്താൽ കുട്ടികൾ വിശന്ന് പൊരിഞ്ഞ് എൻ്റെ അരയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയും. രാത്രിയിലൊന്നും കഴിക്കാതെ കിടക്കുന്ന കുട്ടികളാണ്. ഒരു അമ്മയല്ലേ, എങ്ങനെ ഇതൊക്കെ എത്രയാന്ന് വെച്ചിട്ടാണ് സഹിക്കുക? കുഞ്ഞുങ്ങളോടുകൂടി സന്ധ്യ മയങ്ങുന്നത് വരെ തെണ്ടിയാലും എന്ത് കിട്ടാനാണ്? ദയവുള്ളവർ നാട്ടിലില്ലാതെയായി, ധർമ്മിഷ്ഠന്മാരും ഇല്ല. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എങ്ങനെ എന്നും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ തെണ്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആർക്കും അതത്ര ഇഷ്ടാവില്ലല്ലോ. നാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പോയതിനാൽ കൂലി വേല എടുക്കാനും നിവൃത്തിയില്ല. അത് നിഷിദ്ധമാണ് പോലും. അപ്പോൾ അങ്ങനെയുണ്ട്. ഓരോരോ വർണ്ണക്കാർക്ക് ഓരോരോ ജോലികളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോ സമൂഹത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലെ വിശ്വാസമാണ്. അപ്പോൾ ഈ ബ്രാഹ്മൺസ് കൂലിവേല ചെയ്യുന്നതൊക്കെ പണ്ട് കാലത്ത് നിഷിദ്ധമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നിന്നിട്ട് അത് ചിന്തിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഇത് ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ചിന്തിക്കുക. ഓരോരോ കഥകൾ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു നല്ല ശ്രോതാവ് എന്താ ചെയ്യേണ്ടത്? ആ കാലഘട്ടത്തിൽ ഇറങ്ങി നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിലെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ പഴയ കാലഘട്ടത്തിലെ കഥകൾക്ക് തീരുമാനം പറയാൻ പാടില്ല. അത് ശരിയാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പോയതുകൊണ്ട് കൂലി വേല എടുക്കാനും വയ്യ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട, ഒരു നേരത്തെ കഞ്ഞിവെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് നിർദ്ദേശിക്കണം. അങ്ങെൻ്റെ ഭർത്താവാണ്, ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് ഞാനിത് പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഭാര്യ. അപ്പോൾ സുദാമ പറയാണ്, ഞാൻ എന്തു മാർഗം നിർദ്ദേശിക്കാനാണ് നാഥേ?
എനിക്കെന്താ അറിയുക, ഈ ദൈവത്തെ ഭജിക്കാനല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. ധനമില്ലാത്ത നാം വലിയ ധനവാന്മാരാണ്, നമുക്ക് ശത്രുക്കളില്ല. ധനം പുഷ്ടിപ്പെടുത്താനുള്ള കപട ചിന്തകളും നമ്മെ ഉപദ്രവിക്കുന്നില്ല. ഇങ്ങനെയുള്ള തത്വങ്ങൾ പറയാമെന്നല്ലാതെ പട്ടിണിക്ക് അതൊന്നും ഒരു പരിഹാരമല്ല എന്ന് എനിക്കറിയാം. ഇത് കേട്ടിട്ട് സുദാമാവിൻ്റെ ഭാര്യ പറയാണ്, സ്ത്രീകൾക്ക് അലങ്കാരങ്ങളായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളോ പട്ടാമ്പരങ്ങളോ താമസിക്കാൻ മണിമാളികയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. നഗ്നത മറയ്ക്കാൻ ഈ കില്ലത്തുണി ഞാൻ ധരിച്ചോളാം, സങ്കടമില്ല. ഈ കൂരപരയിലെ വെയിലും മഴയെ ഏറ്റു കിടന്നോളാം. പ്രാണം കിടക്കുന്നതിന് വേണ്ടി ഒരു നേരമെങ്കിലും അന്നത്തിൻ്റെ വെള്ളം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അതാണ് എനിക്ക് വേണ്ടത്. അതിന് നാം എന്ത് ചെയ്യണം? അപ്പോൾ സുദാമ പറയാണ്, നാഥേ, നീ പറഞ്ഞത് കാര്യമാണ്. പതിവ്രതയായിട്ടുള്ള പത്നിയെയും കുഞ്ഞുങ്ങളെയും പട്ടിണിക്കിടുന്ന ഒരു പുരുഷൻ പരമഹംസനായാലും അവനെ ഗതി കിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്താ ഞാൻ ചെയ്യാന്നാണ് എനിക്കറിയാത്തത്. എവിടെ പോകാനാണ്? ഞാനും നിന്നോടൊപ്പം ഇറങ്ങി തെണ്ടാമെന്ന് വെച്ചാൽ വല്ലതും കിട്ടുമോ? നമ്മെ ആരെങ്കിലും സഹായിക്കുമോ? അപ്പോൾ ഈ ഏഴകളോട് ആർക്കാ കരുണ തോന്നുക? അങ്ങനെ തൻ്റെ മനോരഥം ഭർത്താവിനെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ആ സംഭാഷണം ആരംഭിച്ചത് ഭാര്യ. ഒടുവിലെ അവൾ തുറന്ന് തന്നെ പറയുകയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് ദേഷ്യപ്പെടരുത്. പണ്ട് സാന്ദീപിനി മുനിയുടെ ഗുരുകുലത്തിൽ അങ്ങും ദ്വാരകാധിപതിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് അങ്ങയോട് അളവറ്റ സ്നേഹം ഉണ്ടായിരുന്നു എന്നും അങ്ങ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഐശ്വര്യ സമ്പൂർണനായിട്ട് വാഴുകയല്ലേ. ആ പുണ്യാത്മാവിനെ ഒന്ന് പോയി കാണൂ. എന്നിട്ട് നമ്മുടെ ദയനീയ സ്ഥിതിയൊക്കെ ഒന്ന് അറിയിക്കൂ. ആ കരുണാവാരിധി നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനം ഉണ്ടാക്കി തരും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു ഞെട്ടലാണ് ഉണ്ടായത് ഈ സുദാമയ്ക്ക്. പറയണേ, നീ എന്താ ഈ പറയണത്? ഭഗവാൻ കൃഷ്ണൻ്റെ സ്ഥാനം എവിടെയാ? ഏഴകളിൽ ഏഴയായിട്ടുള്ള എൻ്റെ സ്ഥാനം എവിടെയാ? ശിവ ശിവ, ഓർക്കാൻ പോലും വയ്യ. ഗുരുകുലത്തിൽ കുറച്ച് നാൾ ഒന്നിച്ചു പഠിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ ഓർമ്മിക്കണമെന്നുണ്ടോ? പ്രിയെ, നീ ഇത് പറയരുത് കേട്ടോ. ഈ പാവപ്പെട്ട ദരിദ്ര വിപ്രനെ വിശ്വംഭരനായിട്ടുള്ള ഭഗവാൻ കണ്ടാ അറിയോ? വേണ്ട വേണ്ട, അതിമോഹത്തിനൊന്നും ആശ വെക്കരുത്, ഭാര്യയോട് പറയാണ്. അപ്പോൾ ഭാര്യ, ഇല്ല നാഥ, പതിവ്രതയായിട്ടുള്ള പത്നിയാണ് ഈ പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അങ്ങയെ കണ്ടാൽ അറിയാതിരിക്കില്ല. അദ്ദേഹം ആശ്രിത വത്സലനും ഭക്തപരായണനുമാണ്. ഭക്തന്മാർക്ക് വേണ്ടി ഹൃദയം പോലും കൊടുക്കാൻ കനിവുള്ളവനാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ഭക്തനായിട്ടുള്ള പഴയ സതീർത്ഥ്യനെ കണ്ടാൽ അദ്ദേഹം അറിയില്ല എന്നൊരിക്കലും പറയില്ല. അങ്ങയുടെ മനസ്സിൽ അന്ധത കയറിയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ പറയും, ഭാര്യയോട് പറയുകയാണ്, നീ വിഷമിക്കേണ്ട, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നന്ദാത്മജൻ്റെ മന്ദസ്മിത ആർദ്രമായിട്ടുള്ള സുന്ദര മുഖം അതെനിക്കൊന്ന് കാണാലോ. എനിക്കത് മതി. ദൂരെ വെച്ചാണെങ്കിലും ഞാൻ അത് കണ്ട് ആനന്ദിച്ചോളാം. ഭഗവാനെ, നിന്തിരുവടിയുടെ ദർശനം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നാഥേ, ഭാഗ്യം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞ ഞാനൊന്നും അദ്ദേഹത്തിനോട് ചോദിക്കുകയില്ല. കാമാർത്ഥമായിട്ടാണ് ഞാൻ കാണാൻ ചെന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ തോന്നിപ്പിക്കാൻ എനിക്ക് വയ്യ. സർവജ്ഞനാണ് ശ്രീ മാധവൻ. മനസ്സറിഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും തന്നാൽ ഞാൻ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ശരീരം ശ്യാമകോമള വിഗ്രഹം അത് കണ്ടുണ്ടാകുന്ന ദിവ്യ ആനന്ദഭൂതിയും കൊണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും. എല്ലാം നേരത്തെ തന്നെ നിന്നോട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം, അത് ഞാൻ മറന്നുപോയി. മഹത്തുക്കളായിട്ടുള്ള പുണ്യാത്മാക്കളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു തിരുമുൽക്കാഴ്ച എന്നുള്ള രീതിക്ക് കൊണ്ട് പോകണ്ടേ? അതൊരു ആചാരമല്ലേ. നാം ദരിദ്രരാണെങ്കിലും എന്തെങ്കിലും വെറും കൈയോടെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കാലം കഴിഞ്ഞ് പഴയ സതീർത്ഥ്യനെ കാണാൻ ചെല്ലുകയാണ്. എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ നല്ലതാണ്. അങ്ങനെ പറയുന്ന ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഉത്തമയായിട്ടുള്ള ആ ഗൃഹനായിക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അയൽപ്പക്കത്തുള്ള 3-4 ഗൃഹങ്ങളിൽ പോയി. എന്നിട്ട് യാചിച്ചിട്ട് 2 പിടി നെല്ല് കിട്ടി.
വേഗം തന്നെ അവൾ എന്ത് ചെയ്തു, അതൊക്കെ ഇടിച്ച് അവലാക്കി ഒരു കീറത്തുണി കഷ്ണത്തിൽ, അവർക്ക് അതേ ഉള്ളൂ, അല്ലാതെ കീറത്തുണി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ല, ഒരു തുണി കഷ്ണത്തിൽ പൊതിഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ പറയേ, ഈ നിസ്സാരമായിട്ടുള്ള സാധനം ജഗത്പതിയായിട്ടുള്ള കൃഷ്ണനെ കാഴ്ചയായിട്ട് വെക്കാനും എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ വെറും കൈയോടെ പോവാനും വയ്യ, എന്തായാലും ഇത് കൈ പിടിക്കാമെന്നും പറഞ്ഞിട്ട് കുചേലൻ അതും കൊണ്ട് പോവുക. അപ്പോൾ ഭാര്യ പറയും, ഭക്തിയോടുകൂടി ഭഗവാൻ എന്ത് കൊടുത്താലും തൃപ്തിയാണ് നാഥ. ഭക്തൻ നൽകുന്ന തിക്തകം പോലും പീയൂഷമായിട്ട് ഭഗവാൻ ആസ്വദിക്കുന്ന പറയുക. കേട്ടിട്ടില്ലേ ചീരവെള്ളം കുടിച്ചിട്ട് പാർഷദിയെ ദ്രൗപദിയെ അനുഗ്രഹിച്ച കഥ? അപ്പോൾ അതുകൊണ്ട് അങ്ങ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയും. അങ്ങനെ കുളിച്ച് നെറ്റിയിലെ ഭസ്മക്കുറിയൊക്കെ തൊട്ട് ഗോപീചന്ദനക്കുറിയൊക്കെ ചാർത്തി ഒരു കീറത്തുണി ഉള്ളതിൽ വെച്ചിട്ട് നല്ലൊരു തുണിയാണെങ്കിലും അത് കീറിയതാണ്, അത് ഞൊറിഞ്ഞുടുത്ത് ഒരു ഒടിഞ്ഞ ഓലക്കുടയും കയ്യിലെടുത്ത് അവൽപ്പൊതി ആരും കാണാതെയാണ് ബാഹുമൂലത്തിൽ കക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് തണ്ടല്ലോട് ഒട്ടിച്ചേർന്ന ഒരു പട്ടിണി വയറും കൂടി കുചേല ബ്രാഹ്മണൻ ഭാര്യയോടും കുട്ടികളോടൊക്കെ യാത്രയും ചൊല്ലി ദ്വാരക ലക്ഷ്യമാക്കിയിട്ട് മന്ദം മന്ദം നടന്നു. പത്നിയും കുഞ്ഞുങ്ങളും ആ യാത്രയും നോക്കിക്കൊണ്ട് കണ്ണുനീരിൽ കുളിച്ച് പാവകളെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങോട്ടാണ് പോണത് അമ്മേ? അപ്പം അമ്മ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനാണ് മക്കളെ. ഭഗവാനെ കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ തീരുമോ? കുട്ടികൾ ചോദിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാൻ കനിഞ്ഞാൽ തീരും. എന്നിട്ട് അച്ഛൻ എന്താണ് നേരത്തെ പോകാഞ്ഞത്? കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ അമ്മ കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു, വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുചേലൻ പതുക്കെ ദ്വാരകയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മാർഗമധ്യേ കിടന്നും ഇരുന്നും വിശ്രമിച്ചും ഒക്കെയാണ് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ പൊയ്കയിലെ പച്ചവെള്ളമൊക്കെ കുടിച്ച്, അതുമാത്രമായിരുന്നു ആഹാരം, വേറെ ആഹാരമൊന്നുമില്ല. ദ്വാരകയിൽ ചെന്നാൽ ഭഗവാൻ എന്നെ അറിയുമോ? പണ്ട് സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ താമസിച്ച കഥ സാരസാക്ഷൻ ഇപ്പോൾ ഓർമ്മിക്കുമോ? കൃഷ്ണ, പഴയ സതീർത്ഥനായിട്ടുള്ള കുചേലൻ നിന്നെ കാണാൻ വരികയാണ്, എന്നെ തള്ളല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കുചേലൻ നടക്കുന്നത്. അങ്ങനെ ദ്വാരകയിലെത്തി. സർവത്ര സ്വർണ്ണമയാണ്. ഉയർന്ന സുവർണ ഗോപുരങ്ങൾ, മണിഹർമ്മ്യങ്ങൾ, വിശാലമായിട്ടുള്ള രമ്യശാലകൾ, അന്തപുര മണിമന്ദിരങ്ങൾ, അങ്ങനെയുള്ള പല പല ദൃശ്യങ്ങളും നോക്കി ആകെ അത്ഭുതപ്പെട്ട് പരതന്ത്രനായിട്ട്, ഭക്തിയാണെങ്കിൽ ഭക്തിയിൽ വിവശനായിട്ട്, വിസ്മയഭരിതനായിട്ട് ഇങ്ങനെ ഈ വിപ്രോത്തമൻ ഭഗവാന്റെ മണി മാളികയുടെ നേരെയുള്ള ഗോപുരദ്വാരത്തിൽ വന്നു. അപ്പോൾ ഒരു പിച്ച ബ്രാഹ്മണനെ അകത്ത് കടത്താൻ ആ ദ്വാരപാലകൻ അനുവദിച്ചില്ല. ഹേ ബ്രാഹ്മണ, ഓരോരോ മഹാരാജാക്കന്മാരും മഹർഷികളും മഹത്തുക്കളും ഒക്കെ ഭഗവാനെ കാണാനുള്ള സമയവും പാർത്ത് ഇവിടെ താമസിക്കുകയാണ്. ആ സ്ഥിതിക്ക് നിങ്ങളെന്താണ് ഇങ്ങനെ ഇവിടെ നിന്നാൽ അത് ശരിയാവില്ല. അവിടെ എങ്ങാനും എത്തി നോക്കാൻ ഒക്കുമോ? ആഹാരം വല്ലതിനും ആണെങ്കിൽ ഭക്ഷണപന്തിയിൽ ചെന്നാൽ ഇഷ്ടം പോലെ കിട്ടും, വല്ലതും കഴിച്ചിട്ട് പോയിക്കോളൂ. സ്വതേ പരവശനായിട്ടിരുന്ന കുചേല ഭൂസുരൻ ദ്വാരപാലകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൂടുതൽ പരവശനായിട്ട് തീർന്നു. അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, ഹേ ഗോപുരപാലക, എനിക്കൊന്നും വേണ്ട, ഭഗവാനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ദയവ് തോന്നി എന്നെ ഒന്നകത്തേക്ക് കടത്തി വിടൂ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ മതിയെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് കാണാമല്ലോ. ഏതായാലും മാർഗ തടസ്സമുണ്ടാക്കാതെ ഇവിടെ നിന്ന് മാറി നിൽക്കേ പറ്റുള്ളൂ, മന്ത്രിമാർ വരേണ്ട സമയമായി. അപ്പോൾ കൃഷ്ണ കരുണാനിധി, ഇത്രയെല്ലാം ബുദ്ധിമുട്ടി ഞാൻ വന്നിട്ട് നിന്നെ ഒരു നോക്ക് കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് മനസ്സ് നേറി ചിന്തിച്ചുകൊണ്ട് ആ മഹീസുരൻ ദ്വാരപാലകൻ കൽപ്പിച്ചതുപോലെ തന്നെ അല്പം അകലത്തിലേക്ക് മാറി നിന്നു. ആ സമയം ഭഗവാൻ ഈ രുക്മിണീ ദേവി ഒരുമിച്ചിട്ട് മാളിക മുകളിൽ സ്വർണ്ണ മണിമഞ്ചത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ സല്ലപിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു അറിയാത്തൊരു വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കുചേലൻ തൻ്റെ സ്വന്തം തലയ്ക്കടിച്ച ആ അടി കൃഷ്ണൻ്റെ ഹൃദയത്തിൽ തട്ടി. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ്, രുക്മിണി എനിക്ക് വയ്യ, തീരെ വയ്യ, എൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ 4 പാട് നോക്കുകയാണ്. അപ്പോൾ രുക്മിണിക്ക് എന്താ മനസ്സിലായില്ല, ഭഗവാൻ ആലസ്യോ? മറ്റു പത്നിമാർ രുക്മിണിയുടെ മണിയറയിലേക്ക് ഓടി വന്നു. കൃഷ്ണൻ തൻ്റെ അന്തർമുഖ നയനങ്ങൾ, കണ്ണുകൾ തുറന്ന് കണ്ടു.
അപ്പം എന്താണ്, ഭഗവാൻ കാണുകയാണ് കുചേലനെ. എന്നിട്ട് പറയാണ്, രുക്മിണി, ഞാൻ പാപിയായി. എൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥനായിട്ടുള്ള കുചേലൻ, ഭക്തോത്തമനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുചേലൻ ഗോപുരദ്വാരത്തിൽ നിന്ന് വിഷമിക്കുകയാണ്. ആ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകണു. ഞാൻ കാണുന്നു. വരൂ, എൻ്റെ പത്നിമാരെല്ലാവരും വരൂ. എൻ്റെ സർവസ്വമായ സതീർത്ഥനെ സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും വരൂ. രുക്മിണി, നീ തീർത്ഥജലം കയ്യിലെടുക്കൂ. ഭാമേ, ചന്ദനം, പനിനീർ മുതലായവ. ജാമ്പവതി, എടുക്കൂ. സത്യേ, മിത്രവിന്ധ്യേ, നിങ്ങൾ വെഞ്ചാമരങ്ങൾ എടുക്കൂ. കാളിന്തി, നീ ആലവട്ടം കയ്യിലെടുക്കൂ. ഭദ്രേ, ലക്ഷണേ, അഷ്ടമംഗല്യം എടുക്കൂ. എല്ലാവരും വരൂ, വരൂ, വേഗം വരൂ. എൻ്റെ ഭക്തൻ നിന്ന് വിഷമിക്കുന്നു, എൻ്റെ കുചേലൻ. അങ്ങനെ ഇത്രയും ഉദ്വേഗത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണം ഇത് ഭഗവാന്റെ അടുത്തുനിന്ന് അവരാദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഭക്തവത്സലൻ 7-ാം മാളിക മുകളിൽ നിന്നും പടികൾ ചാടി ഇറങ്ങി ഗോപുരദ്വാരത്തിലേക്ക് പരിഭ്രാന്തൻ എന്ന പോലെയാണ് ഓടി വരണത്. എന്നിട്ടോ അസ്ഥിപഞ്ജര ശരീരനായിട്ട് നിന്നിരുന്ന കുചേലൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. കുചേല, അങ്ങ് വന്നിട്ട് കുറേ നേരമായോ? ഇവിടെ നിന്ന് വിഷമിച്ചോ? അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് തരണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ? അതാണ് ഭഗവാന്റെ ആ സതീർത്ഥനോടുള്ള, സുഹൃത്തിനോടുള്ള ആത്മാർത്ഥത, സ്നേഹം, കരുണ. അതൊക്കെ കുചേലന് പോലും അത്ഭുതമായിരുന്നു. അങ്ങനെ അത് പറഞ്ഞിട്ട് പരംപുരുഷൻ രുക്മിണിയുടെ കയ്യിൽ നിന്നും തീർത്ഥഭാജനം വാങ്ങി കുചേല പാദങ്ങളെയൊക്കെ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ കഴുകി ആ തീർത്ഥജലം അദ്ദേഹം പത്നിമാരും സേവിച്ചു ശിരസിൽ തളിച്ചു എന്നാണ് പറയണത്. പത്നിമാരുടെ കയ്യിൽ നിന്നും പനിനീര്, കളഭം മുതലായവ വാങ്ങി അദ്ദേഹം തന്നെ കുചേലൻ്റെ ശരീരത്തിൽ പൂശി. പിന്നെയോ ആലവട്ടം, വെഞ്ചാമരം, ഇതൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. സർവ ശീതളോപചാരങ്ങളും ശ്യാമസുന്ദരൻ തന്നെ ചെയ്തു. അനന്തരം ഭഗവാൻ ആ ഭൂസുരോത്തമനെ, കുചേലനെ കയ്യിൽ കോരിയെടുത്തിട്ടാണ് പത്നിമാരുടെ അകമ്പടിയോട് കൂടിയിട്ട് മാളിക മുകളിൽ കൊണ്ട് താനിരുന്ന സുവർണ തൽപ്പത്തിലിരുത്തി. പുഷ്പമാല്യങ്ങളും അംഗരാഗങ്ങളും ഒക്കെ ഭഗവാന്റെ പത്നിമാർ ആ കുചേലനെ, വിജയേന്ദ്രനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. വൈദർഭിയാണെങ്കിൽ, രുക്മിണിയാണെങ്കിൽ പൊൻപിടിയുള്ള താലവൃന്ദം പനിനീരിൽ മുക്കി വീശിക്കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തവാത്സല്യവും സ്വീകരണങ്ങളും സൽക്കാരങ്ങളും ഒക്കെ കണ്ടപ്പോൾ പാവപ്പെട്ട കുചേലൻ ബോധമില്ലാത്തവനെ പോലെ ആയിത്തീർന്നു. തൊഴുത് കൂഞ്ഞിക്കൂടി ആ മഞ്ചത്തിൽ കുത്തിയിരിക്കുകയാണ് ആ പാവം. ശീതള പാനീയങ്ങളും ഈ മധുര ഭക്ഷണങ്ങളൊക്കെ നൽകി ഭക്തൻ്റെ ക്ഷീണം തീർത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ശരീരമൊക്കെ തടവിക്കൊടുത്ത് ഓരോരോ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിലേ ഭഗവാൻ ചോദിക്കുകയാണ്, ഗുരുകുലം വിട്ടതിന് ശേഷം എവിടെയായിരുന്നു താമസം? മാതാപിതാക്കളൊക്കെ മരിച്ചു പോയിരിക്കും അല്ലേ? അതിനുശേഷം എത്ര കാലമായി ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ സതീർത്ഥനെക്കുറിച്ച് ഓർമ്മിച്ച് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പുറപ്പെട്ടതാണോ? അതോ വല്ല ബന്ധുഗൃഹത്തിലും പോകുന്ന വഴി ഇങ്ങോട്ട് കയറിയതാണോ? അങ്ങനെ ഓരോരോ കുശല പ്രശ്നങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞുവോ? പത്നി സുന്ദരിയാണോ? സ്നേഹമുള്ളവളാണോ? മക്കളുണ്ടോ? എല്ലാവരും കൂടി സുഖമായിട്ടല്ലേ ജീവിക്കണത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞുകൂടാൻ വേണ്ട സ്വത്തുക്കളും താമസിക്കാൻ നല്ല കെട്ടിടവും ഇതിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ ചോദിച്ചു. കുചേലൻ യാതൊരു മറുപടിയും പറയാതെ തൊഴുതുകൊണ്ട് ഇരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്ത് മറുപടി പറയാനാണ് അല്ലേ? ഈ ഭഗവാന്റെ സമീപത്ത് ഇങ്ങനെ ആ മഹാഭാഗ്യവും കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറയാ? ഭഗവാൻ തലോടുന്നു. അത് ഓർത്തപ്പോൾ തന്നെ ബ്രാഹ്മണന് തൻ്റെ ശരീരത്തിൽ ആണി തറച്ച് കയറുന്ന വേദനയാണ് തോന്നിയത്. കൃഷ്ണൻ വീണ്ടും സംഭാഷണം തുടർന്നു. കുചേലൻ ഒന്നും മിണ്ടാത്തത് എന്താ? ക്ഷീണം കൊണ്ടായിരിക്കും അല്ലേ? സാരമില്ല, മാറിക്കോളും. ക്ഷീണം കൂടുതലാണെങ്കിൽ ഈ മഞ്ചത്തിൽ തന്നെ കുറേ നേരം കിടക്കൂ, ഞാൻ വീശിത്തരാം. രുക്മിണി, ആ വിശറി ഇങ്ങെടുക്കൂ. അപ്പോൾ കുചേലൻ പറഞ്ഞു, വേണ്ട ഭഗവാനെ, ഒന്നും വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, ആട്ടെ കുചേല, ഗുരുകുലത്തിൽ വെച്ച് നാം തമ്മിൽ യാത്ര പറഞ്ഞ് പിരിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ എത്രയായി? എന്നിട്ടും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക അല്ലേ? ഗുരുപത്നിയുടെ ആവശ്യപ്രകാരം ഒരു രാത്രിയിൽ നാം കാട്ടിൽ വിറകിന് പോയ കഥ ഓർമ്മിക്കുന്നുണ്ടോ?
ഒരു വനചരനെ കണ്ട് പേടിച്ചതും ഞാൻ അവനെ കൊന്നതും ഒരു ഭയങ്കര പേമാരി കൊടുങ്കാറ്റൊക്കെ അപ്പോഴുണ്ടായതൊക്കെ ഓർക്കണില്ലേ? ആ മഴ മുഴുവനും നനഞ്ഞ് വഴിയും കാണാതെ ഒരു വൃക്ഷച്ചുവട്ടിൽ ആ രാത്രി മുഴുവൻ നാം കഴിഞ്ഞു കൂട്ടിയല്ലേ? പിറ്റേ ദിവസം അതിരാവിലെ ഗുരുവരൻ നമ്മെ അന്വേഷിച്ച് വന്ന് കണ്ടുമുട്ടിയതും അനുഗ്രഹങ്ങൾ നൽകിയതുമെല്ലാം ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ചോദിക്കുക, കൃഷ്ണൻ ചോദിക്കുകയാണ്, കുചേലന് ഇതൊന്നും ഓർമ്മയില്ലേ ചോദിച്ചപ്പോൾ പറയുക, നെന്തിരുവടിയെ സംബന്ധിച്ചിടത്തോളം മറക്കാനുള്ളതൊന്നും അടിയൻ്റെ ഉള്ളിലില്ലല്ലോ. ആട്ടെ കുചേല, ഒന്ന് ചോദിച്ചോളട്ടെ, വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ പഴയ സതീർത്ഥനെ തിന്നാനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഞാനൊരു തീറ്റിപ്രിയനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ ന്യായമില്ല. പോരെങ്കിലും ഉത്തമയായിട്ടുള്ള ധർമ്മപത്നി ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും തന്നയച്ചിട്ടുണ്ടാവുമല്ലോ. ഭക്തൻ എനിക്ക് എന്ത് തന്നാലും എനിക്കിഷ്ടമാണ്. തന്നില്ലെങ്കിൽ ഞാൻ കട്ട് തിന്നും. അതാണല്ലോ എൻ്റെ സ്വഭാവം. ഭക്തിയില്ലാത്തവൻ 3 ലോകങ്ങൾ നൽകിയാലും എനിക്കതിൽ സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് നിസ്സാരമായിട്ടുള്ള വല്ലതും ആണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ഒരു വിഷമം വിചാരിക്കേണ്ട, വേഗം അങ്ങ് തന്നോളൂ. വിശന്നിട്ടാണെങ്കിൽ എനിക്ക് വയ്യ. എൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വെച്ചിരുന്ന ആ അവൽ കിഴി പുറത്ത് കാണിക്കാൻ നാണായി. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് കുചേലൻ. കഷ്ടിച്ചോ 1-2 പിടി അവലേ അതിലുണ്ടാവും ചെയ്യുള്ളൂ. അത് പൊതിഞ്ഞിരിക്കുന്നതോ മുഷിഞ്ഞ ഒരു കീറത്തുണിയിലാണെന്ന് പറഞ്ഞല്ലോ. അതിനും പുറമെ അതിലെ പകുതിയിലധികവും കല്ലും മണ്ണും കരിക്കട്ടയൊക്കെ ആയിരിക്കും. അപ്പോൾ വിയർപ്പിലെ നനഞ്ഞ് അത് കുതിർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ നികൃഷ്ട സാധനം എങ്ങനെയാണ് ഭഗവാന് കൊടുക്കുക എന്നുള്ള ചിന്തയിൽ ആകെ ഉരുകി നാണിച്ച് മിണ്ടാതിരിക്കുകയാണ് കുചേലൻ. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുചേലൻ്റെ ശരീരം തലോടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സാധനം കണ്ടുപിടിച്ചു. ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ കിഴി കണ്ടുപിടിച്ച് ആഹ്ലാദത്തോടെ അത് പുറത്തേക്ക് വലിച്ചെടുത്തു. എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ പ്രവചിച്ചത് ഇപ്പോൾ ശരിയായില്ലേ എന്ന് ഉല്ലാസത്തോടെ കൊച്ചുകുട്ടിയെ പോലെ പറയുകയാണ് കൃഷ്ണൻ. എന്നിട്ടോ അത് അഴിച്ചു. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവലാണല്ലോ ഇതിൽ. എത്ര നാളായി കുറച്ച് അവൽ തില്ലണം എന്ന് ഞാൻ ആശിക്കുകയാണ്. എൻ്റെ ആഗ്രഹം കുചേലൻ എങ്ങനെ അറിഞ്ഞു? അങ്ങനെ അരുളി ചെയ്തിട്ട് കാരുണ്യമൂർത്തി അതിൽ നിന്നും ഒരു പിടി അവല് വാരി വായിലിട്ടു ചവച്ചങ്ങ് കഴിച്ചു. എന്നിട്ട് പറയണം, ഓഹ് എന്തൊരു സ്വാദ് എന്ന് പ്രശംസിച്ചുകൊണ്ട് വീണ്ടും ഒരു പിടികൂടി വാരി വായിലേക്കിടാൻ ഭാവിച്ചപ്പോൾ രുക്മിണി ദേവി പെട്ടെന്ന് ഭർത്താവിൻ്റെ കൈ പിടിച്ച് മെല്ലെ തടുത്തു. അപ്പോൾ പറയാം, ഒരു പിടി അവല് ഭക്ഷിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണൻ്റെ ആ മന്ദിരം ദേവേന്ദ്ര മന്ദിരം പോലെ ആയി കഴിഞ്ഞിരിക്കണു. ഇനി ഒരു പിടി കൂടി ഭക്ഷിച്ചാലേ ഞാൻ ഭൂസുരൻ്റെ ദാസിയാകേണ്ടി വരും. അതാണ് ആ രുക്മിണിയുടെ പിടുത്തത്തിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ബാഷ്പമുത്തുകൾ കണ്ണുനീരടർന്നടർന്ന് വീഴുന്നത് കണ്ടിട്ട് വൈദർഭി, അതായത് രുക്മിണി ദേവി തൻ്റെ ചേലാഞ്ചലം കൊണ്ട് വസ്ത്രത്തിൻ്റെ തുമ്പ് കൊണ്ട് അത് തുടച്ചു കൊടുത്തു. അയ്യോ നാഥ, അങ്ങ് കരയണോ? അതിനുള്ള കാരണം ഇവിടെ എന്തുണ്ടായി? ചെന്താമരക്കണ്ണൻ ഇതുവരെ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് സത്യഭാമ പ്രിയതമൻ്റെ ആ കുണ്ടല ശോഭിതമായിട്ടുള്ള കവിളുകൾ, മകരകുണ്ടലങ്ങൾ ശോഭിക്കുക കവിളിലാണല്ലോ, ആ കവിളുകൾ ഇങ്ങനെ തടവി ക്ഷണനേരം കൊണ്ട് കണ്ണീരൊക്കെ മാഞ്ഞ് ഭഗവാന്റെ മുഖത്ത് വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള മന്ദഹാസം പ്രകാശിച്ചു. ഭക്തന് എത്ര തന്നെ ഐശ്വര്യം നൽകിയാലും മതി വരാത്ത കരുണാനിധിയാണേ, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. അങ്ങനെ പിന്നെയും കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്ത് രാത്രിയിൽ അവിടെ അത്താഴമൊക്കെ അമൃതിന് തുല്യമാണ് അത്താഴം ഉണ്ടായിരുന്നത്, അതൊക്കെ നൽകി തൻ്റെ തൽപ്പത്തിൽ തന്നെ ഭഗവാൻ കുചേലനെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം രാവിലെ കുചേലൻ ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭഗവാനോട് യാത്രയും ചോദിച്ച് പോവുക. അപ്പോൾ ഭഗവാൻ പറയും, അങ്ങനെ ആവട്ടെ, പോയി സുഖമായിട്ട് ജീവിക്കൂ, എന്നെ മറക്കരുത് എന്ന് അരുളിയിട്ട് കമലനേത്രൻ യാത്രയ്ക്ക് അനുമതിയൊക്കെ നൽകി. ദ്വാരകയിലെത്തിയതിന് ശേഷം കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും കുചേലന് ഉണ്ടായില്ല എന്നുള്ളതാണ്. സദാസമയവും ഭഗവാനെ കണ്ടിട്ടേ അങ്ങനെ ആനന്ദത്തിൽ മുഴുകി സർവ്വവും മറന്നുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടുന്ന് തിരിച്ച് കുറേ നേരം നടന്നു. അപ്പോഴാണ് ഈ പാവം ബ്രാഹ്മണൻ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്.
ഈശ്വര, പത്നിയോട് ഞാനിനി എന്താ പറയുക? ഞാൻ എന്തെങ്കിലും കൊണ്ടു ചെല്ലുന്ന പ്രതീക്ഷിച്ചിട്ട് വഴിക്കണ്ണും പാർത്തിരിക്കുകയായിരിക്കും അവൾ. ഭഗവാനെ, നിന്നോടൊന്നും ഞാൻ ചോദിച്ചില്ല. ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാൻ ഒരവസരം എനിക്ക് തന്നില്ല. ഒന്നും ഇങ്ങോട്ട് പറയാതെ ഞാൻ എങ്ങനെയാണ് ഈ ധനം ഇങ്ങോട്ട് ചോദിക്കുക? മായാവല്ലഭൻ്റെ മായ കൊണ്ടാണോ എന്തോ കുടുംബകാര്യങ്ങൾ പാടെ ഞാൻ അവിടെ വെച്ച് മറന്നുപോയി. ദാരിദ്ര്യത്തെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിക്കാനും അങ്ങോട്ട് പറയാനും ഒരു സന്ദർഭം കിട്ടിയില്ല. ഞാൻ പോയി ഭഗവാനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പള്ളി മെത്തയിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ദൈവമേ, എൻ്റെ ഭാര്യയും കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കണം എന്നായിരിക്കും വിധി. അദ്ദേഹം എൻ്റെ ഈ വൃത്തികെട്ട ഈ ശരീരം, മലിനഗാത്രം ആലിംഗനം ചെയ്തു, കാല് കഴുകി, ആ വെള്ളം തീർത്ഥം പോലെ പാനം ചെയ്തു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈത്തണ്ടിലെ ചുമന്നു, പത്നിമാരെ കൊണ്ട് പരിവീജനം ചെയ്യിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മഹാനാണെന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം എങ്ങനെയൊക്കെ പെരുമാറിയത്. ആ നിലയ്ക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കാതിരുന്നതിലേ അത്ഭുതമില്ല. അല്ലെങ്കിൽ ആ പരമകാരുണികൻ എനിക്ക് ധനം തരാൻ മടിച്ചത് ഇനിയിപ്പോൾ ധനം കൂടിക്കഴിഞ്ഞാൽ എൻ്റെ അഹങ്കാരമൊക്കെ വർദ്ധിച്ചിട്ട് ഈശ്വരഭക്തി ഇല്ലാത്തവനായി തീരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഇതൊക്കെ പലതും ഇങ്ങനെ ചിന്തിച്ചിട്ട് കലങ്ങി മറിഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് കുചേലൻ നടക്കുന്നത്. എന്നിട്ട് അങ്ങനെ വീടിൻ്റെ വഴിയെ നടക്കുകയാണ്. ഗൃഹസ്ഥാനത്ത് എത്തി. അപ്പോൾ എന്താണ് കാണുന്നത്? ആ സ്ഥലത്തിൻ്റെ രീതി ആകെ ഒന്ന് മാറിയിരിക്കുന്നു. പല വ്യത്യാസങ്ങളും ഉണ്ട്. മണിമാളികകൾ, ഗോപുരങ്ങൾ, മനോഹര മന്ദിരങ്ങൾ, ഈ ധന സംരക്ഷണശാലകൾ, കോട്ടമതിൽ എന്ന് വേണ്ട എന്തൊക്കെയാണോ ദ്വാരകയിലുണ്ടായിരുന്നത് അത് തന്നെ അത്ര ഐശ്വര്യം തികഞ്ഞിട്ടുള്ള ഒരു നഗരം തന്നെ ആയിരിക്കുന്നു. തൻ്റെ നാട്ടിലെത്തി എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ നടന്നത് എൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും ഒന്നും അല്ലേ എന്ന സംശയം തോന്നുകയാണ് കുചേലന്. എന്നിട്ട് പറയണം, അയ്യോ, എനിക്ക് വഴി തെറ്റിപ്പോയോ? ഇത് ദ്വാരക പോലെ തന്നെ ഇരിക്കണമല്ലോ. 2 ദ്വാരക ഉണ്ടോ ലോകത്തിൽ? അതോ മനോവിഭ്രാന്തിയിൽ ഞാൻ തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെയാണോ നടന്നത്? പക്ഷെ ഒരു കാര്യം കണ്ടപ്പോൾ കുചേലന് മനസ്സിലായി, ഇത് ദ്വാരകയല്ല. അതെന്താ കാരണം? ഭഗവാന്റെ 7 നില മണിമാളികയും സഭാവേദിയും ഒന്നും അവിടെ കാണാനില്ല. പിന്നെയോ ഗോപുരത്തിൽ ഗരുഡാങ്കിതമായിട്ടുള്ള കൊടിക്കൂറിയും പറക്കണില്ല. അപ്പം മനസ്സിലായി ഇത് ദ്വാരകയല്ല എന്ന്. ഇത് വേറെ ഏതോ ഒരു നഗരമാണ്, അല്ലെങ്കിൽ എന്തോ ഇന്ദ്രജാലമാണ്, തോന്നലാണ് എന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് എന്താ കാണുന്നത്? കുചേലൻ ഞെട്ടിപ്പോവാണ്. മുമ്പിലെ ദിവ്യാംബരങ്ങൾ അണിഞ്ഞ് പൊന്താലവും പിടിച്ച് വരുന്നത് ആരാ? തൻ്റെ പ്രിയ പത്നി എതിരേൽക്കാനായിട്ട് വരികയാണ്. നല്ല വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട് കൂടെ. അപ്പോൾ കൃഷ്ണ, ഭക്തവത്സല, ഇതെന്തൊരു മായക്കളിയാണ് ഭഗവാനെ, നീ എന്നോട് ഇതെന്തായി കാണിക്കണത് എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുചേലൻ നിലത്ത് വീഴുകയാണ്, നമസ്കരിക്കുകയാണ്. നിൻ്റെ അത്ഭുത ലീലകൾ ഈ പാവപ്പെട്ട സതീർത്ഥ്യൻ്റെ മുമ്പിൽ നീ കാണിച്ചൂല്ലേ? ഒന്നും മിണ്ടാതെ ഒന്നും തരാതെ നീ യാത്രയാക്കിയത് ഇങ്ങനെ സർവ്വവും തരാനായിരുന്നോ? നിന്തിരുവടിയുടെ ദ്വാരകയേക്കാൾ വലിയൊരു ദ്വാരകയാണല്ലോ ഭഗവാനെ നീ എനിക്ക് നൽകിയത്. ഇങ്ങനെ തന്നെത്താൻ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ഭാര്യയും കുട്ടികളും തോഴികളും ഒക്കെ താലത്തോടുകൂടി വന്ന് അദ്ദേഹത്തെ എതിരേറ്റ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് പറയാണ്, അത് കുചേലനാണ് പറയണത് ആദ്യം, എൻ്റെ ഭഗവാനെ ഞാൻ കണ്ടു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല നാഥേ. എൻ്റെ സതീർത്ഥ്യനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ മന്ദസ്മിതാർദ്രായിട്ടുള്ള ആ വദനം, ആ മുഖം ഞാൻ കണ്ടു. ആ പീലിത്തിരുമുടി ഞാൻ കണ്ടു. വനമാല കണ്ടു. ശ്രീവത്സാങ്കിതായിട്ടുള്ള ആ വക്ഷസ്, തിരുവക്ഷസ് ഞാൻ കണ്ടു. കണ്ണാടി കവിളുകളിൽ മിന്നുന്ന മകരകുണ്ടലങ്ങൾ, പീതാംബരം ചുറ്റി ഉടുത്തിരിക്കുന്ന ആ മേനി, അദ്ദേഹത്തിൻ്റെ പത്നിമാർ, അദ്ദേഹം എന്നെ എടുത്തു, അദ്ദേഹത്തിൻ്റെ രത്നതൽപ്പത്തിൽ പള്ളി മെത്തയിൽ എന്നെ കിടത്തി ഉറക്കി, പത്നിമാരെ കൊണ്ട് എന്നെ വീശി ആശ്വസിപ്പിച്ചു. നാഥേ, നീയാണ് എൻ്റെ ഭഗവാനെ കാണാൻ എന്നെ പറഞ്ഞയച്ചത്. നീയാണ് പുണ്യവതി എന്ന് പറയുകയാണ് കുചേലൻ ഭാര്യയോട്. അങ്ങനെ ഭർത്താവിന് കുടിക്കാനുള്ള ശീതള പാനീയമൊക്കെ നൽകി ആശ്വസിപ്പിച്ചതിന് ശേഷം ഭക്തിപൂർവം ആ ഭാര്യ പറയാണ്, 2-3 ദിവസത്തിന് മുമ്പ് അങ്ങ് ദ്വാരകയിലെത്തിയ ദിവസം ആയിരിക്കണം. അന്ന് ഐശ്വര്യരൂപിണിയായിട്ടുള്ള ഒരു ദിവ്യാംഗന, ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് നിമിഷം കൊണ്ട് ഇതെല്ലാം നിർമ്മിച്ച് വേണ്ടുവോളം ധനവും വസ്ത്രവും ആഭരണമൊക്കെ നൽകി
അപ്രത്യക്ഷമായി. കൃഷ്ണ ഭഗവാന്റെ കൽപ്പന അനുസരിച്ചാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്നും ദേവി അരുളി ചെയ്തു. സാക്ഷാ ലക്ഷ്മി ഭഗവതിയായിരുന്നു ആ ദേവി, ഐശ്വര്യ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി. അങ്ങനെ ഐശ്വര്യവും സമ്പത്തും ധാരാളം ഉണ്ടായെങ്കിലും കുചേലൻ അതിലൊന്നും മനസ്സ് ചെലുത്താതെ സദാ കൃഷ്ണഭക്തിയിൽ തന്നെ മുഴുകി ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത്. അവസാന വിഷ്ണു സായൂജ്യം കൈവരിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നിയും കുട്ടികളും അതിരറ്റ കൃഷ്ണഭക്തിയോടുകൂടി തന്നെ ജീവിച്ചു. നിത്യവും അനവധി സാധുജനങ്ങൾക്ക് ആ പുണ്യവതി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ദരിദ്രന്മാർക്കൊരു കാമധേനുമായിട്ട് മാറിയെന്നാണ് പറയണത് ആ സ്ത്രീരത്നേ. അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് അവരവരുടെ ജീവിതം കഴിച്ചുകൂട്ടി. ഇതാണ് കുചേല സദ്ഗതി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.